നമ്മുടെ നോട്ടീസിൽ അനൗൺസ് ചെയ്തതുപോലെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോകുന്നു. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുവാൻ ബഹുമാനി കർത്തൃദാസൻ പാസ്റ്റർ ജെയിംസ് ദാനിയൽ കൊട്ടാരക്കര, ബഹുമാനി കർത്തൃദാസനെ വളരെ ആദരവോടെ ഞാൻ ദൈവനാമത്തിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, കർത്താവിന്റെ ജനം, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ, എല്ലാവർക്കും വേഗം വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നമുക്ക് ദൈവവചനവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായി തീരട്ടെ. കാരണം ഇന്ന് ലോകത്തെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ വചനമാണ്. വേറെ ഒന്നിനും ലോകത്തെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. പണത്തിന് ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ കഴിയുകയില്ല. മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരി വസ്തുക്കൾക്ക് ലോകത്തിന്, ജനത്തിന് സമാധാനം കൊടുക്കുവാൻ കഴിയുകയില്ല. അതെത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ലോകത്തിന്റെ സമാധാനം കെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ചിന്തിക്കും, എനിക്ക് കുറെ പണമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഏറ്റവും തെറ്റായ ഒരു ധാരണയാണ്. പ്രിയരെ, പണമൊന്നും മനുഷ്യന് സമാധാനം കൊടുക്കുകയില്ല. പണം വർദ്ധിച്ചു വരുന്നതോറും മനുഷ്യന്റെ സമാധാനം കെട്ടുപോകുന്ന അവസ്ഥയാണ് നമുക്കിന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ഒരു കൂട്ടം ആൾക്കാര് സമാധാനത്തിന് വേണ്ടി മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉപയോഗിക്കുന്നതോറും സമൂഹത്തിന്റെയും ഭവനങ്ങളുടെയും വ്യക്തിപരമായിട്ടുമുള്ള സമാധാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ കുടുംബത്തിലെടുത്താലും, ഓരോ വ്യക്തികളിലെടുത്താലും, ഓരോ സമൂഹത്തിലെടുത്താലും ആ സമാധാനം നശിച്ചു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ വിചാരിക്കും, അയ്യോ, എനിക്ക് നടന്ന് വശക്കേടായി, എന്റെ ശരീരത്തിൽ വേദനയായി, ഒരു വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ ആശ്വാസം ലഭിച്ചേനെ എന്ന്. പ്രിയരെ, ഒരു വാഹനത്തിനൊന്നും നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ കൊട്ടാരക്കരയിൽ നിന്നും റാന്നി പാസ് ചെയ്ത് വെച്ചൂച്ചിറയിലേക്ക് തിരിയുന്ന റോഡിന്റെ തൊട്ട് മുമ്പ് വരുമ്പോൾ കുറെ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു. ഞാനൊരു 100 മീറ്റർ മുമ്പിലാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഞാൻ അവിടെ നോക്കുമ്പോൾ ആൾക്കാര് ഇല്ല. പെട്ടെന്ന് ഒരു KSRTC ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയതുപോലെ തോന്നി. പെട്ടെന്ന് അവിടെ ആ ബസ്സിൽ നിന്ന് തന്നെ ആൾക്കാർ ഇറങ്ങി ഇവിടെ വന്നു. ഞാനും 100 മീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ സൈഡിൽ ഒതുക്കിയപ്പോൾ കണ്ടത് ഏറ്റവും പുതിയ ഒരു വാഗണർ കാറ് ഇടിച്ച് ചതഞ്ഞ് അതിനകത്ത് ഒരാള് മരിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. അതാരാണ്, എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയില്ല. പെട്ടെന്ന് പോലീസിന്റെ വാഹനമൊക്കെ വരുന്നതിന്റെ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് പോരുന്നു. എനിക്കിവിടെ വന്ന് വചനം ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട്. അപ്പോൾ ദൃക്സാക്ഷി ആയ പലരും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് റാന്നിയിൽ ഉള്ള ഒരു സഹോദരി, നമ്മുടെ ഗ്രൂപ്പിലുള്ള സഹോദരിയാണ്, അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയ സജനി സിസ്റ്റർ ഫോട്ടോയും അതിന്റെ വിശദ വിവരവും ഇട്ടു തന്നപ്പോൾ അത് ഒരു ദൈവദാസൻ ആയിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു വാഹനം ഒന്നും ഒരാളെ സമാധാനം കൊടുക്കുന്ന വസ്തുതയല്ല. ഇന്ന് ആ കുടുംബത്തിലെ കണ്ണുനീര്, ഇന്ന് ആ കുടുംബത്തിന്റെ വിലാപം,
അവരുടെ സന്തോഷം ദുഃഖമായി, വിലാപമായി മാറിയിരിക്കുമ്പോൾ നമ്മൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, അതിന് നമുക്ക് സമാധാനം നൽകുവാൻ, തരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവവചനമാണ് ഇന്ന് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ആശ്വസിപ്പിക്കുന്ന ഏക ഘടകം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമാണ്. ബാക്കിയെല്ലാം ലോകത്തിന് സമാധാനവും അസന്തുഷ്ടിയും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം അത് ലോകത്തിന് ശാന്തിയായി, സമാധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴിൽ ഇപ്രകാരം ഒരു പാട്ടുണ്ട്, എനിക്കത് നന്നായി പാടുവാൻ അറിയില്ല. അതിന്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: സമാധാനം വാങ്ക മുടിയുമാ തമ്പി തങ്കേ, സമാധാനം വാങ്ക മുടിയുമാ, കായ്ക്കറി കടയിലെ കത്രിക്ക കിടക്കുമാ, സമാധാനം വാങ്ക മുടിയുമാ, TV റേഡിയോ കടയിലെ TV കിടക്കുമാ, സമാധാനം വാങ്ക മുടിയുമാ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? സമാധാനം വാങ്ങുവാൻ കിട്ടുമോ? പച്ചക്കറി വിൽക്കുന്ന കടയിൽ എന്ത് കിട്ടും? ഒരു സഞ്ചി സമാധാനം തരുവാൻ പറയുവാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താണ് കിട്ടുന്നത്? കായും പച്ചക്കറിയും കറിവർഗ്ഗങ്ങളൊക്കെ അവിടെ കിട്ടും. TV റേഡിയോ വിൽക്കുന്ന കടയിൽ ചെന്നാൽ അവിടെ സമാധാനം കിട്ടത്തില്ല. അവിടെ ഈ സാധനമേ കിട്ടത്തുള്ളൂ. പല വീടുകളിലും ടിവിയും റേഡിയോയും വാങ്ങിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ സമാധാനം കെട്ടുപോകുന്നു. അവിടെ അടിയായി, കലകമായി, ബഹളമായി മാറുമ്പോൾ സമ്പത്തിനോ മറ്റു യാതൊരു വസ്തുവിനോ ലോകത്തിന് സമാധാനം തരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവൻ എന്തിനാണ് സമാധാനം തരുവാൻ കഴിയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് സമാധാനം തരുവാൻ കഴിയുന്നത്? ലോകത്തെ ജയിച്ചവന് മാത്രമേ സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. ലോകത്തെ ജയിച്ചവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ലോകം, പാപം, പിശാച്, ലോകത്തിന്റെ എല്ലാ മാലിന്യതകളെയും പിശാചിന്റെ സകല ബലത്തെയും ജയിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവിന് മാത്രമേ ലോകത്തിൽ നമുക്ക് സമാധാനം തരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്പനേരം വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം അവൻ ജഡമായി മനുഷ്യരുടെ ഇടയിൽ വന്നു, അവനത്രേ സാക്ഷാൽ യേശു ക്രിസ്തു, ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറയുന്ന സാക്ഷാൽ വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അല്പനേരം ഇവിടെ പ്രഘോഷിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി, ആശ്വാസമായി, അവൻ സമാധാനമായി പരിണമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും സമാധാനമില്ലാതെ, അസന്തുഷ്ടിയാൽ, ആമേൻ, സമാധാനമില്ലായ്മയാൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ഈ നസ്രയൻ ജനിക്കണം, ലോകത്തിന് സമാധാനം കൊടുക്കുന്ന ശ്രീ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ജനിച്ചാൽ അത് സമാധാനമായി പരിണമിക്കുവാൻ കാരണമായി തീരും. അല്പനേരത്തെ ദൈവവചന അവൻ ചിന്തയ്ക്കാധാരമായി 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ പോക്കി, ലോകത്തിന്റെ പാപത്തെ മാറ്റി, ലോകത്തെ, നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തമാണ്. അതല്ലാതെ ഇന്ന് മനുഷ്യവർഗത്തെ അവന്റെ പാപത്തിൽ നിന്ന്
പാപനിമിത്തം വന്നുകൂടിയ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരിക്കുവാൻ ലോകത്തിൽ ഒരു വസ്തുവും ഇന്നേ വരെ കണ്ടെടുത്തിട്ടില്ല. നമ്മളെല്ലാവരും സ്പ്രേ ഒക്കെ അടിച്ചിട്ടായിരിക്കാം വന്നത്. അതിന്റെ മണം കുറച്ചു നേരം മാത്രമേ നിൽക്കുകയുള്ളൂ. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ മണം പോകും. അതിന്റെ അതിന്റെ പരിമള വാസന നമ്മളിൽ നിന്ന് മാറിപ്പോകും. കാരണം പിന്നെയും ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ്. ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഈ പരിമള വാസനയെ മലിനപ്പെടുത്തി കളയുന്നതിനോടൊപ്പം അതിനെയും കൂടെ ദുർഗന്ധമാക്കി മാറ്റുമ്പോൾ മനുഷ്യനിർമ്മിതമായ ഓരോറ്റ വസ്തുവിനും മനുഷ്യനെ ശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഒറ്റ കാര്യത്തിനെ മനുഷ്യനെ ശുദ്ധനാക്കുവാൻ കഴിയുകയുള്ളൂ. മലിനതയില്ലാത്ത, പാപമില്ലാത്ത, മനുഷ്യനാൽ നിർമ്മിതമല്ലാത്ത ഒരൊറ്റ വസ്തു, അതത്രേ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. അത് പരിശുദ്ധമായ രക്തമാണ്, പാപമില്ലാത്ത രക്തമാണ്, മലിനതയില്ലാത്ത രക്തമാണ്. എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം പാപമില്ലാത്ത രക്തം എന്ന് പറയുന്നു? അത് മനുഷ്യന്റെ രക്തമല്ലാത്തത് കൊണ്ട്. മനുഷ്യന്റെ രക്തം പാപമുള്ള രക്തമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ അമ്മ എന്റെ പാപത്തിൽ ഗർഭം ധരിച്ചു. സകല മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യരും പാപത്താൽ ജന്മം അവൻ കൊള്ളുന്നു. അവൻ അനന്തരഫലമായിട്ട് അവൻ പ്രവൃത്തിയിൽ പാപിയായി മാറുമ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ അവൻ ജനനം പാപത്താലല്ല, അവൻ സ്വത്രമതിലുപരിയായി പിതാവായ ദൈവത്താൽ സംഭവിച്ച ഒരേ ഒരു ജനനമാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ നമ്മുടെ സകല പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയുന്ന രക്തമാ. കാരണം അത് വിശുദ്ധി എന്ന പ്രതീകത്തിന്റെ രക്തമാണ്. പിതാവായ ദൈവത്താൽ ഉളവായ രക്തമാണ്. അതിന് മാത്രമേ മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമേൻ. ഇനി നമുക്ക് അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ഈ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്ന സമയത്ത്, വിശുദ്ധ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്ന സമയത്ത് മനുഷ്യൻ പാപനിമിത്തം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ ലോകം മുഴുവൻ അനീതി കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും നിറയപ്പെട്ട ഒരു ലോകമായിരുന്നു. അനീതി എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ വിധത്തിലും മനുഷ്യൻ മലിനപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് ഈ ലോകത്തിൽ ഒരുപാട് ആഭ്യന്തര കലഹങ്ങളും അസമാധാനങ്ങളും ഒക്കെ നിലനിന്നിരുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് വന്ന ഓരോ നാട്ടുപ്രമാണികളും കൈയടക്ക സിദ്ധാന്തം അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ട് എങ്ങനെയും വെട്ടിപ്പിടിക്കണം എന്നുള്ള കാര്യത്തിൽ മുമ്പോട്ട് വന്നതുകൊണ്ട് അനീതി അവർക്ക് കൂട്ടവകാശികളായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യൻ ഏതു വിധത്തിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടവും കൂടെയായിരുന്നു. ഈ മനുഷ്യൻ പാപത്തിൽ അവൻ നിറയപ്പെട്ട് പാപമംഗുലമായ ലോകത്തിൽ ജീവിച്ച മനുഷ്യന് പാപത്തിൽ നിന്നൊരു മോചനം ആവശ്യമാണെന്ന പരിശുദ്ധാത്മാവ് തന്റെ അപ്പോസ്തലനിലൂടെ മനസ്സിലാക്കിയിട്ട് ലോകജനതയോട് വിളിച്ചു പറയുക, നിങ്ങളെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരൊറ്റ കാര്യത്തിനെ കഴിയുകയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മല രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. ആമേൻ. അതിലേക്ക് നമുക്ക് വരാം. ആമേൻ, സ്തോത്രം. അതിൻ്റെതാകുന്ന വിശദാംശങ്ങളിൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ അവിടെ ആമേൻ ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നാം നോക്കുകയാണ്. സഹോദരന്മാരെ,
അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയത്തിലെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. മനുഷ്യൻ ഒരു വലിയ ശിക്ഷയുടെ പാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആരിൽ നിന്ന് വരുന്ന ശിക്ഷ? സാക്ഷാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ശിക്ഷയാണ്. ഏതാണ് ആ ശിക്ഷ? ന്യായവിധി എന്ന ശിക്ഷയാണ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നു? കാരണം ദൈവം ദോഷമില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ബഹുവിധ ദോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ദൈവം മനുഷ്യനെ വിശുദ്ധനായിട്ട് നിർമ്മിച്ചു. അവന്റെ പ്രവൃത്തികളാൽ, ബഹുവിധ ദോഷപ്രവൃത്തികളാൽ അവൻ മലിനപ്പെട്ടു പോകുന്നു. ദൈവത്തിന്റെ രൂപത്തിൽ നിന്ന്, സദൃശ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് അവൻ മലിനപ്പെട്ട് നാശമായി പോകുന്നത് കൊണ്ട് അവനെന്തുണ്ട്? ന്യായവിധിയുണ്ട്. ഈ ന്യായവിധിയിൽ നിന്ന് അവനെന്ത് വേണം? രക്ഷ വേണം. ന്യായവിധിയിൽ നിന്ന് രക്ഷ വേണം. Praise the Lord. അപ്പോൾ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി അവൻ എല്ലാ മനുഷ്യരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രിയരെ, അവൻ സ്തോത്രം, നമ്മൾ വിചാരിക്കും നമുക്കെന്തിനായി രക്ഷ? നമ്മൾ ദൈവവേദലായി ജനിച്ചു, ദൈവവേദലായി ജീവിക്കുന്നു, ഇനിയും രക്ഷയുടെ ആവശ്യമുണ്ടോ? പ്രിയരെ, രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് 3 കാലഘട്ടമാണ് രക്ഷയ്ക്കുള്ളത്. ഏതൊക്കെയാണ് ഈ കാലഘട്ടം എന്ന് ചോദിച്ചാൽ, രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട്. 2 രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലമുണ്ട്. 3 രക്ഷയ്ക്ക് ഒരു ഭാവി കാലമുണ്ട്. ഏതാണ് രക്ഷയുടെ സ്തോത്രം? ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം. പാപമംഗുലമായ ലോകത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ, നേരത്തെ നമ്മൾ കണ്ട വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അവന്റെ ഭൂതകാല രക്ഷ സാധ്യമാകുകയാണ്. Praise the Lord. എപ്പോഴാണ് ഭൂതകാല രക്ഷ സാധ്യമാകുന്നത്? മനസ്സുകൊണ്ട് വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എങ്ങനെ? എന്റെ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചത്, രക്തം ഒഴുക്കി തന്നത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധം മനുഷ്യനിൽ വരുമ്പോഴാണ് അവൻ ഭൂതകാല രക്ഷ അവനുണ്ടാകുന്നത്. ആ ഭൂതകാല രക്ഷ നമ്മളെല്ലാവരും പ്രാപിച്ചതാണ്. അല്ലെങ്കിൽ പ്രാപിക്കാത്തവരെന്ത് ചെയ്യണം? പ്രാപിക്കണം. ആർക്ക് വേണ്ടിയാ കർത്താവ് മരിച്ചത്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, അട്ടപ്പള്ളം ദേശത്തിന് വേണ്ടി, കുമളി ദേശത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, പാപപകുലമായ ഈ ലോകത്തിൽ നിന്ന് വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് എന്തായി തീർന്നു? ക്രൂശിലെ യാഗമായി തീർന്നു. ക്രൂശിൽ മരിച്ചു. Praise the Lord. ഇതുവരെ നമ്മൾ കേട്ടത്, നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരുവനേ ഉള്ളൂ, അവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ നമുക്കെന്തുള്ളൂ? ഒരു ശുദ്ധീകരണമുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും മോചിക്കുവാൻ മതിയായ രക്തമാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് രക്ഷയുടെ ഭൂതകാലം നിറവേറുന്നത്. Praise the Lord. ഇനി വർത്തമാനകാലമാണ്. പാപമംഗുലമായ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തെയാണ് വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കണം. കർത്താവേ, ഈ ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട ലോകമാണ്. അസൂയ, കുശുമ്പ്, അതിലൂടെ ഉണ്ടാകുന്ന കൊലപാതകം. നമ്മുടെ കേരളം എല്ലാ വിധത്തിലും കേരളത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന രാജ്യമാണല്ലേ? Praise the Lord. God's own country എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വടക്കേ ഇന്ത്യയിലല്ല, ഇവിടെ കേരളത്തിലാണ്. അക്ഷരാഭ്യാസം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലത്ര ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത്. അത് രാഷ്ട്രീയമായാലും കൊള്ളാം, അയൽവക്കക്കാർ തമ്മിലുള്ള പിണക്കമായാലും കൊള്ളാം, മറ്റ് വ്യവസ്ഥിതികളായാലും കൊള്ളാം, ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്.
Praise the Lord. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിടുകയാണ്. ദൈവവചനം പറയുന്നു, പാപം ചെയ്യരുത്. ഒറ്റക്കൽപ്പനയുടെ ഒരു കൽപ്പനയാണ് കൊല ചെയ്യരുത്. കൊല ചെയ്യുന്നത് എന്താണ്? പാപമാണ്. Praise the Lord. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നാം വളരെ വിശദമായി ദൈവവചനത്തിൽ പറയുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. ദുർനടപ്പ് എന്താണ്? ദുർനടപ്പ് ദൈവത്താൽ ഉളവാകുന്ന നടപ്പ്, അല്ലാത്ത എല്ലാം ദുർനടപ്പാണ്. ആമേൻ, സ്തോത്രം. ദുർനടപ്പ്, അശുദ്ധി, അതൊരു ജഡത്തിന്റെ പ്രവൃത്തിയാൽ പാപമാണ്. ദുഷ്കാമം. ഇന്ന് കേരളത്തില് പെൺകുട്ടികൾക്ക് രാത്രിയിൽ 7 മണി കഴിഞ്ഞാൽ ഇറങ്ങി നടക്കുവാൻ പറ്റാതെ അവനുള്ള ഒരു സംസ്ഥാനമാണ്. സ്തോത്രം. നടന്നാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് വടക്കേ ഇന്ത്യയിലൊക്കെ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ അവസാനിപ്പിക്കപ്പെട്ട നരാധവന്മാര് ചെയ്തു കൂട്ടിയ അപരാധങ്ങള്, പാപപ്രവൃത്തികള് നമ്മളങ്ങ് നോർത്ത് ഇന്ത്യയില്, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഭരണകേന്ദ്രമായ ഡൽഹിയിൽ നടന്നത് നമ്മൾ കാണുവാനിടയായി. ഇല്ലേ? ദുഷ്കാമം ഇതെന്താണ്? പാപമാണ്. എല്ലാ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ല. അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയാം. മദ്യപാനം പാപമാണ്. ദൈവവചനം പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ലേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. മദ്യപാനി രക്ഷിക്കപ്പെടണോ? വേണം. എങ്ങനെ? നിന്റെ മദ്യപാനം അവസാനിപ്പിക്കണം. കാരണം അത് പാപമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് നിന്നെ എന്നേക്കും അകറ്റി നിർത്തുന്ന പാപമാണത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മദ്യപാനം അവസാനിപ്പിക്കണം. മദ്യപാനം പാപമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നു, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയത്തിന്റെയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനീയമാകുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സന്തോഷം, പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു പാപി രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ആമേൻ. മദ്യപാനം അത് വെറുക്കപ്പെടുന്ന പാപമാണ്. ദൈവം അംഗീകരിക്കാത്ത ഒരു പാപമാണ്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെയാണ് കൊലപാതകം. കേരളത്തിൽ ഇന്ന് അതിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. ഡേവിഡ്സൺ പാസ്റ്റർ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയത് നമ്മുടെ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് നമ്മുടെ കേരളത്തിലാണ്. എന്ന് വെച്ചാൽ പ്രകൃതി സൗന്ദര്യങ്ങള്, വിവരം ഏറ്റവും ഉള്ളത് കേരളത്തിലാണ്. അക്ഷര വിദ്യാഭ്യാസങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. എല്ലാ വിധത്തിലും ഏത് കാര്യം എടുത്തു നോക്കിയാലും 1-ാം നമ്പർ കേരളത്തിലാണ്. അതുപോലെ തന്നെ കൊലപാതകം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ സ്വസ്നേഹികളായി മാറുന്നത് കൊണ്ട്, ദ്രവ്യാഗ്രഹികളായി മാറുന്നത് കൊണ്ട്, അസൂയാലുക്കളായി മാറുന്നത് കൊണ്ട്, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഹൃദയം ആയി മാറുന്നത് കൊണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അപ്പോൾ രക്ഷയുടെ വർത്തമാനകാലം പാപമംഗുലമായ ലോകത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ കാലുവെക്കുവാനിടയായി തീരണം. മനുഷ്യൻ സമ്മതിക്കണം, ഞാനിന്നായിരിക്കുന്ന ലോകം ഒരു പാപ ലോകമാണ്. പാപത്താൽ നിറയപ്പെട്ട, വിദ്വേഷത്താൽ, വെറുപ്പിനാൽ നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് ഞാൻ ഇന്നായിരിക്കുന്നതെന്ന് മനുഷ്യൻ സമ്മതിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം. കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന് മനുഷ്യൻ സമ്മതിക്കണം. ആമേൻ. ഇനി ദൈവമക്കളാണെങ്കിൽ പോലും സമ്മതിക്കണം, ഞങ്ങളിൽ എന്തുണ്ട്? പാപമുണ്ട്. ആമേൻ. വിദ്വേഷത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, കലഹത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പിശാചിന്റെ സാന്നിധ്യത്തില്, പിശാചിന്റെ കൈകളില് ഇന്ന് മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ പിശാചിന്റെ ബലത്തിൽ നിന്ന് ദൈവത്തിന്റെ ബലത്തിലേക്ക്, ദൈവത്തിന്റെ കൈകളിലേക്ക് മനുഷ്യർ എത്തിച്ചേരണമെന്നുള്ളതാണ്. 3-ാമത്തെ കാലമാണ് രക്ഷയുടെ 3-ാമത്തെ കാലം.
അതിന്റെ ഭാവി കാലം എന്താണ്? ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. ഇപ്പോൾ നമ്മൾ എവിടെയാ? ലോകത്തിലാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ കഷ്ടത ഒരു ശാപമായിട്ടാണ് കാണുന്നത്, കടബാധ്യത ഒരു ശാപമായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നു, ആമേൻ, നിന്റെ കഷ്ടത എന്ന് പറയുന്നത് ഒരു ശാപമായി കാണേണ്ടതല്ല, ഒരു അനുഗ്രഹമായി കാണണം. എങ്ങനെ? നിന്റെ കടബാധ്യത തീർത്തു തരുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ, നിന്റെ വേദന മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ, നിന്റെ നിരാശ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ഞാന് ഏറ്റവും അവസാനം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരുന്നതാണ്. ആമേൻ. അദ്ദേഹം പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്ക് കിലോമീറ്ററുകൾ വെള്ളത്തിൽ യാത്ര ചെയ്ത് അവിടെ ചെന്ന് മദ്യപിച്ച് അവശനായി. അവിടെ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. അങ്ങനെ അവസാനം അദ്ദേഹം ജഡ്ജിയുടെ ചേംബറിൽ വരെ എത്തിയിട്ട് അവിടെ അദ്ദേഹത്തെ കാര്യം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജഡ്ജിയുടെ ചേംബറിൽ കയറി തല്ലിപ്പൊളി കാണിച്ചിട്ട് അവസാനം അദ്ദേഹത്തെ സ്തോത്രം എന്താണ് അദ്ദേഹത്തിന് തൂക്കുകയറ് വിധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു, തൂക്കുകയർ എനിക്ക് വിധിക്കുകയാണെങ്കിൽ അതിനു മുമ്പേ ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിട്ട് അദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തി മുഖാന്തരം ചെയ്തു എന്ന കാരണത്താൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുകയാ. കൊട്ടാരക്കരയില് അദ്ദേഹം വന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ, പ്രിയരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നീ എത്ര പാപിയായാലും, കഠിന പാപിയായാലും, എത്ര വിദ്വേഷം, എത്ര കയ്പിന്റെ അവകാശിയായാലും ആത്മഹത്യ അതിനൊരു വിഷയമേ അല്ല. ആത്മഹത്യയാൽ തീരും എന്ന് തോന്നിയാൽ നീ മാത്രം തീരും, നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും നിന്റെ ഭവനക്കാരും നിന്റെ സ്നേഹിതരും പിന്നെ ഇവിടെ കിടക്കുകയാണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, നസ്രയനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ രക്ഷ വേണം. എങ്ങനെ വേണം? ഹല്ലേലൂയ എന്നാണ് പറയുന്നത്, നിത്യ തേജസ്സിൽ നാം എടുക്കപ്പെടും. നമ്മൾ ഇവിടുത്തെ ദേഹം വിട്ട്, നമ്മുടെ ദേഹം ആകുന്ന ഈ മൺകൂടാരം വിട്ട് നിത്യ തേജസ്സിൽ അവനോട് ഒരുമിച്ച് എടുക്കപ്പെടുവാനിടയായി തീരും. അതിനാണ് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിക്കവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മരണം താൽക്കാലികമാണ്, നമ്മുടെ മരണം നിത്യമായ ഒന്നല്ല. ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആത്മഹത്യ അവസാനമല്ല, നിത്യമായ രാജ്യത്തിൽ നാം വാഴേണ്ടവരാണ്. അപ്പോൾ രക്ഷയുടെ 3 കാലഘട്ടത്തെ 3 കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഈ ഭാവി കാലം എന്ന് പറഞ്ഞാൽ നിത്യ തേജസ്സിൽ നിത്യനായ ദൈവത്തോട് ചേർന്ന് നിത്യതയിൽ വാഴുന്ന കാലമാണ് രക്ഷയുടെ ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടിട്ടില്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ സദസ്സുകളിലൊക്കെ പുരുഷന്മാരും സ്ത്രീകളും 2 ഭാഗത്തായിട്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കത്തില്ല, എല്ലാവരും ഇവിടെ മിക്സ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. സ്തോത്രം. ഇവിടെ നമുക്ക് അതിന്റെ 9ാമത്തെ വാക്യം വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? ആദ്യം യോഹന്നാൻ പ്രാർത്ഥിച്ചത് എന്താണ്? അവർ രക്ഷിക്കപ്പെടണം. അവരെന്ത് ചെയ്യണം?
രക്ഷിക്കപ്പെടണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ രക്ഷിക്കപ്പെടും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ രക്ഷിക്കപ്പെടും? കുറെ പൈസ അവിടെ ഇവിടെയും കൊണ്ടിട്ടാൽ രക്ഷിക്കപ്പെടുമോ? ഒരു തീർത്ഥയാത്ര ചെയ്താൽ രക്ഷിക്കപ്പെടുമോ? മലയും കാടും അവൻ പോയാൽ രക്ഷിക്കപ്പെടുമോ? നിന്റെ വേദന മാറുമോ? ദൈവസന്നിധിയിലെത്തുമോ? കുറെ കാണിക്കർപ്പിച്ചാൽ നീ രക്ഷിക്കപ്പെടുമോ? ശരീരം ചുടാനേൽപ്പിച്ചാൽ നീ രക്ഷിക്കപ്പെടുമോ? ചുട്ടുപഴുത്ത് കിടക്കുന്ന തീയിലൂടെ നെടുകയും കുറുകയും ചാടിയാൽ നീ രക്ഷിക്കപ്പെടുമോ? ഇല്ലേ, ഇല്ല. ദൈവവചനം പറയുന്നു രക്ഷിക്കപ്പെടത്തില്ല. പിന്നെ എങ്ങനെ രക്ഷിക്കപ്പെടും? ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ഒരു പോവടി. എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. ആമേൻ, ആമേൻ. എത്ര പേര് ഏറ്റു പറയും? കർത്താവേ, നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എന്റെ ശാപത്തിന് വേണ്ടി മരിച്ചു, നിന്റെ രക്തം എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മതിയായതാണ്. നമ്മുടെ വായ് കൊണ്ട് നാം ഏറ്റുപറയണം. ഏറ്റുപറയുകയും പിന്നെ എന്താ വിശ്വസിക്കണം? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. ഇപ്പോൾ മനുഷ്യന് രക്ഷ ആവശ്യമാണ്. മനുഷ്യന്റെ ഏത് സൽപ്രവൃത്തി കൊണ്ടും അവൻ രക്ഷിക്കപ്പെടത്തില്ല. ഏത് കാട് കയറിയാലും ഏത് മല കയറിയാലും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ. ദൈവവചനം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു ചെലവുമില്ല, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. വാ കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവേ, ദൈവമേ, നീ എന്റെ ദൈവം, നീ എന്റെ ദൈവം, നിന്റെ പുത്രനായ യേശുവിന്റെ രക്തം മാത്രമാണ് എന്റെ രക്ഷയ്ക്കാധാരം, എനിക്ക് ആധാരം, എന്റെ നിത്യജീവനാധാരം എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ അവിടെ മാത്രമാണ് രക്ഷിക്കപ്പെടുവാനിടയായി തീരുന്നത്. പിന്നീട് പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം. എന്താണ് നീതി? ദൈവം എന്റെ നീതി എന്ന് വിശ്വസിക്കണം. ഈ ലോകത്തിൽ നമുക്ക് നീതിയുണ്ടോ? കോർട്ടിൽ കയറി ഇറങ്ങിയാൽ നീതി കിട്ടുമോ? ഒരു ദൈവ പൈതലിനും ഇവിടെ നീതി കിട്ടുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ല. ഒരിക്കലും ഒരു കാരണവശാലും ഇവിടെ നമുക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഒരു സംസ്കാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നത് ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, സ്വർഗീയ നീതി. അത് ദൈവമാണ് നമ്മുടെ നീതി. ഈ ദൈവമല്ലാതെ ഒരു നീതി നമുക്ക് ഈ ലോകത്തിലില്ല. ദൈവമിന്റെ നീതി. ഇവിടെ മനുഷ്യൻ ബോർഡും പിടിച്ചുകൊണ്ട് നടക്കും, പ്രക്കാരം പിടിച്ചുകൊണ്ട് നടക്കും. ആർക്ക് നീതി വേണം? സൗമ്യയ്ക്ക് നീതി വേണം. ട്രെയിനിൽ നിന്ന് തെള്ളിയിട്ട് കൊന്ന പെൺകുട്ടിക്ക് നീതി വേണം. ആർക്കാ നീതി കിട്ടുന്നത്? കൊന്നവന് നീതി കിട്ടും. അവന് ആടും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും അങ്ങ് കാരാഗ്രഹത്തിൽ കിട്ടും. പക്ഷെ പോയവൾക്ക് പോയി. ആർക്ക് നീതി കിട്ടി? ഇവിടുത്തെ നീതിപീഠങ്ങള്, നീതി ന്യായങ്ങള് അനീതിയുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപ്പൈതലേ, നിനക്ക് നീതി കിട്ടുന്നത് നീതിന്യായ കോടതി, സാക്ഷാൽ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് മാത്രമേ നിനക്ക് നീതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നീതിക്കായി എന്ത് പറയണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 2, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഏറ്റു പറയേണ്ടത്? എന്റെ ദൈവം എന്റെ രക്ഷകൻ എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുവാൻ നമ്മൾക്ക് സാധിക്കണം. ഏറ്റു പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പറഞ്ഞു തന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയണം. അതാണ് ഏറ്റുപറച്ചില്. അതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് കാണുന്നു, എങ്ങനെ രക്ഷിക്കപ്പെടണം, എങ്ങനെ രക്ഷിക്കപ്പെടണം എന്നുള്ളതിന്റെ ഉത്തരമാണ് നമുക്ക് അവിടെ കണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ രക്ഷിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. രക്ഷിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യത്തില്ല?
ലജ്ജിച്ചു പോകത്തില്ല. ഇവിടെ പലതിനും നടന്ന് നാണം കെടുമ്പോൾ, പടിയിറങ്ങി പടി കയറി നാണം കെടുമ്പോൾ, ലജ്ജിച്ച് തല താഴ്ത്തുമ്പോൾ, ദൈവ പൈതലേ നീ ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ ലജ്ജിക്കത്തില്ല. വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങി നീ ലജ്ജിച്ച് തല താഴ്ത്തുമ്പോൾ, പല കാര്യങ്ങൾ കണ്ട് നീ ലജ്ജിച്ച് തല താഴ്ത്തുമ്പോൾ, ഇവിടുത്തെ അനീതികൾ കണ്ടും കേട്ടും നീ ലജ്ജിച്ച് തല താഴ്ത്തുമ്പോൾ, സ്വർഗത്തിൽ നീ ലജ്ജിച്ചു പോകുകയില്ല. രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞാൽ അത് നിന്നെ നീതിയായി കണക്കിടുവാനിടയായി തീരും. ദൈവവചനം പറയുന്നു 10:11, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ആരിൽ വിശ്വസിക്കുന്നവൻ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തന് ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ താഴെ പിന്നെ എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകത്തില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ലഭിക്കുന്നത്? ഇവിടെ ലജ്ജിച്ചു പോയാൽ ഒരു മുഴം കയറ്, അല്ലെങ്കിൽ ഒരു കുപ്പി വിഷം. പലരും ലജ്ജ ഏറ്റെടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെ? ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഒരു കുഞ്ഞ് കെട്ടിടത്തിൽ നിന്ന് എടുത്തിയാടി ആത്മഹത്യ ചെയ്തു. കാരണം അവൾ ലജ്ജിതയായി തീർന്നു. അധ്യാപകർക്ക് അവളെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞോ? ലോകത്തിന് അവളെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞോ? ഇവിടെ ആർക്കെങ്കിലും ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞോ? അവൾക്ക് എന്ത് കിട്ടി? ആത്മഹത്യ ചെയ്ത് അവൾക്ക് നിത്യനാശത്തിലേക്ക് പോയപ്പോൾ ലോകത്തിന് ലജ്ജ മാത്രമേ കൊടുക്കുവാൻ കഴിഞ്ഞില്ലുവെങ്കിൽ ഇതിന്റെ അനന്തരഫലം ലജ്ജിച്ചു പോകത്തില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് കാണുന്നു? ആമേൻ. സ്തോത്രം. 13-ാമത്തെ വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അട്ടപ്പള്ളം ദേശത്തോട് വിളിച്ചു പറയുക, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ ലജ്ജിച്ചു പോകത്തില്ല. പിന്നെ എന്ത് ചെയ്യും? നീ രക്ഷിക്കപ്പെടും. നിനക്കൊരു നിത്യപ്രവേശനം. എവിടെ? സ്വർഗത്തിൽ നിനക്ക് ഒരു നിത്യപ്രവേശനമുണ്ട്. ലജ്ജിക്കാൻ ഇടയില്ലാത്ത, ലജ്ജിച്ച് തലനിർത്തുവാൻ അവൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിനക്ക് നിത്യമായ രക്ഷ ദൈവം ഒരുക്കി തരുവാനിടയായി തീരും. ഇവിടെ പറയുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഈ സുവിശേഷ യോഗം ഒക്കെ കേൾക്കുമ്പോ പുച്ഛമാ. ഇതെന്തിനാ പാസ്റ്ററേ? ഇതെന്തിനാ? ഇതിന്റെ കാര്യം എന്താണ് എന്നൊക്കെ പലരും ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. കമ്മിറ്റിയിൽ നമ്മൾ ചോദിക്കുന്നില്ല, അല്ലേ? ഇവിടെ എന്തെങ്കിലും കമ്മിറ്റി കൂടിയോ നടക്കോ? കമ്മിറ്റി കൂടി നടത്തിയത് വിരലുണ്ടാവുന്ന കേസേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൂടുതലും കമ്മിറ്റി നടത്തി കുഞ്ഞുപോയ കേസുകളാണ്. കമ്മിറ്റി കൂടായിരിക്കുന്നേ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ ഒട്ടാരക്കര VBS നടത്തപ്പോ ആരോടും ഞാൻ ചോദിച്ചില്ല, അങ്ങനെ നടത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് നടക്കുവാനിടയായി. അപ്പൊ ഞാൻ പറയുന്നത്, അവൻ ലോകക്കാര് ചോദിക്കും, എന്തിനാ പാസ്റ്ററെ ഇതൊക്കെ? ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ? ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഉണ്ട് ഉണ്ട്. ലക്ഷങ്ങൾ ചെലവാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അതിന്റെ തൊട്ട് താഴെ പുറത്തുള്ള വാക്യമുണ്ട്, 14-ാമത്തെ വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ അവൻ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അവസാന പ്രസംഗത്തിലാണ് വന്നത്. അപ്പോൾ എന്താ? എന്നാൽ അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോടിത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ, ഈ പ്രിയപ്പെട്ട സന്ദേശം കേട്ടില്ല എങ്കിൽ ഏറ്റവും യോഗ്യത അവനുള്ള ആൾക്കാർ ഇവിടെ നശിച്ചു പോകുവാനിടയായി തീരും. ഇവിടെ യോഗ്യത കൽപ്പിക്കുന്നത് മനുഷ്യനല്ല, ഇവിടെ യോഗ്യത കൽപ്പിക്കുന്ന ദൈവമാ. ആര് സ്വർഗത്തിൽ പോകണം എന്ന് യോഗ്യത കൽപ്പിക്കുന്ന ദൈവമാ. അവർ നരകത്തിൽ പോകുവാനിടയായി തീരും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാ. ലോകത്തോട് വിളിച്ചു പറയണം എന്നുള്ളത് അവൻ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആമേൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഇവിടെ കാണുകയാണ്. ഇവിടെ പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം. സുവിശേഷീകരണം ആവശ്യമാണ്, കൺവെൻഷൻ ആവശ്യമാണ്. അട്ടപ്പള്ളം ദേശം സുവിശേഷം കേൾക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കാത്തവനെ അവര് കേൾക്കാത്തവനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ അവർ കേട്ടേ പറ്റൂ. എന്ത് വില കൊടുത്തും നമ്മൾ കേൾപ്പിക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്.
ആമേൻ. എന്നാൽ അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ ഒരു വാക്യത്തിൽ കാണുന്ന യെശയ്യാ പ്രവാചകൻ, കർത്താവ് ജനിക്കുന്നതിന് മുൻപ് പ്രവചിച്ച ഒരു പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും? നമ്മൾക്കും തോന്നും ആര് കേൾക്കും, അതിലാര് വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആര് വിശ്വസിക്കുന്നുവോ അവിടെ ചില അടയാളങ്ങൾ നടക്കും. അവരുടെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. മരണകരമായ കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല. അതിന്റെ റിസൾട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിശാച് അന്ധകാരത്തിൽ, അന്ധതമസില്, കൂരിട്ടില് കെട്ടിയിട്ട് തലമുറകളുടെ നന്മകളെ ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ അതുകൊണ്ട് സുവിശേഷം കൽപ്പിക്കുന്നത് ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ കൂരിട്ടിൽ നിന്ന്, ഈ മരണത്തിന് അതീതമായ ജീവിതത്തിൽ നിന്ന് നീ പുറത്തു വരണം എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. വിശ്വസിച്ച് പുറത്തു വന്നാൽ ജീവിതത്തിൽ കുടിയിരിക്കുന്ന ചില അന്ധകാരങ്ങള്, ചില മരണത്തിന്റെ ശക്തികള് ഭവനം വിട്ട്, ദേശം വിട്ട് പുറത്തു പോകുവാനും നീ രക്ഷിക്കപ്പെടുവാനും ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുടുംബം ഒരു ശപിക്കപ്പെട്ട കുടുംബമായിരുന്നു. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിക്കപ്പെട്ട, ജീവിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. കൂട്ട ആത്മഹത്യ നടക്കേണ്ട ഒരു സുപ്രഭാതത്തിൽ കലയവരത്ത് നിന്ന് ചില ദൈവജനം വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞങ്ങൾ 70 കുടുംബങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറുവാനൊക്കെ വേണമിടയായി തീർന്നത്. അവിടുത്തെ പട്ടക്കാരനോ പള്ളിക്കോ പത്രാസിനോ ഒന്നും ഞങ്ങളെ ഈ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ പാവപ്പെട്ട ദൈവജനം ഞങ്ങൾ വിചാരിച്ചു കാശിന് വേണ്ടി വരുന്നതാണെന്ന്. ഞങ്ങളുടെ പിതാക്കന്മാർ വിചാരിച്ചു ഒരു നേരത്തെ കഞ്ഞി കുടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നതാണെന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അല്ല, ഞങ്ങളെ നിത്യരാജ്യത്തിലെത്തിക്കുവാൻ പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് കടന്നു വന്ന ഒരു കൂട്ടം ജനമാണ്. അതുകൊണ്ട് അട്ടപ്പള്ളം ദേശത്തോട് വിളിച്ചു പറയുവാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പിശാച് ബന്ധിച്ച് അന്യായ ബന്ധനങ്ങളില് അകപ്പെടുത്തി നിങ്ങളുടെ തലമുറകളെ വരെ നാമ അവശേഷം ആക്കിക്കളയുന്നതിന് വേണ്ടി പിശാചായവൻ ബന്ധിച്ച് സ്തോത്രം ഇരിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരുന്നു. നിങ്ങളെ രക്ഷിക്കുവാൻ, കുടുംബങ്ങളെ, തലമുറകളെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ ഇറങ്ങി വരികയാ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ചത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ചിലര് പറയും, ഞാൻ പാപികളാ, എന്റെ പാപം ഈ ലോകത്തിൽ മോചിക്കപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും വിടുവിക്കപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ശരിയാകത്തില്ല. അങ്ങനെ പറഞ്ഞ പലരും ഇന്ന് ശരിയായിട്ടുണ്ട്. എങ്ങനെ? ലോകത്തിൽ നിന്ന് ലഭിച്ച ഒരു ട്യൂഷൻ സെന്ററിൽ നിന്ന് ലഭിച്ച ട്യൂഷനിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ സൈലം ട്യൂഷൻ സെന്ററിൽ പോയി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? വേറെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ പോയി രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ കണ്ടുമുട്ടി എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ ഈ ലോകത്തിന് നമുക്ക് രക്ഷ തരുവാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ഒരു വസ്തുവിനും നമുക്ക് രക്ഷ തരുവാൻ കഴിയത്തില്ല. ഞാൻ 20,000 രൂപയുടെ ഒരു മൊബൈൽ വാങ്ങിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? പക്ഷെ ഇത് വാങ്ങിച്ചത് കൊണ്ട് 100 കണക്കിന് ജീവിതങ്ങള് നാശത്തിന്റെ അടിമകളായി തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? മലയുടെ മുകളിൽ നിന്ന് സെൽഫി എടുത്തപ്പം താഴോട്ട് വീണ് മരിച്ചവര് 100 കണക്കിനാണ്. വാഹനം ഓടിച്ച് മരിച്ചവര് 100 കണക്കിനാണ്. പിശാച് കയ്യിൽ വെച്ച് തന്ന മരണത്തിന്റെ ഉപകരണങ്ങൾ മനുഷ്യനെ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, ശാപത്തിൽ നിന്ന് ശാപത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാരും എന്ത് ചെയ്തിട്ടില്ല? ശാപഗ്രസ്തരായി തീർന്നിട്ടില്ല. അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ വിളിച്ചു പറയുന്ന ഈ രക്ഷയുടെ ദൂത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം, ശാപബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇവിടെ വിളിച്ചു പറയുന്ന ഈ ദൂതിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ, പ്രിയരെ, കാലാകാലങ്ങളായി പിതാക്കന്മാരുടെ കാലം തൊട്ട് ഞങ്ങളുടെ കുടുംബത്തില് എലുമ്പേറ്റമില്ല, ഉയർച്ചയില്ല എന്ന് പറയുന്ന നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം പറയുന്ന സന്ദേശമാണ് ഇവിടെ കേൾക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നു,
എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തുവാനിടയായി. ആ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. ആമേൻ. ഇവിടെ ആരുടെയും കഠിനാധ്വാനം കൊണ്ടല്ല, പിന്നെയോ ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനിലേക്ക് വരുന്നില്ല. ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആ ഒരു മനുഷ്യനും പുത്രനിലേക്ക് വരുവാൻ കഴിയത്തില്ല. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ആകർഷിച്ചിട്ട് മാത്രമേ മനുഷ്യന് അവന്റെ ശാപത്തിൽ നിന്ന്, അവന്റെ പാപത്തിൽ നിന്ന് നീതിയുടെ പിതാവായ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. Praise the Lord. ഇനി 3 അത്ഭുതങ്ങളെ പറ്റി ആമേൻ, സ്തോത്രം, നമുക്ക് കേൾക്കാം. 3 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം, Praise the Lord, ഈ ഭൂമിയിൽ തന്നെ നടക്കുവാൻ പോകുന്ന അത്ഭുതമാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പറ്റം ജീവിതങ്ങൾ പറന്നു പോകും. ഇവിടെ ഒരു കൂട്ടം ജീവിതങ്ങളെ കാണാതാകും. ആരെയാണ് കാണാതാകുന്നത്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, യേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി ജീവിക്കുന്നവർ ഇവിടെ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീരും. അതിവിടെ നടക്കുവാൻ പോകുന്ന ഒന്നാമത്തെ അത്ഭുതമായിരിക്കും. Praise the Lord. രണ്ടാമത്തെ അത്ഭുതം, അതിനുശേഷവും ഈ ലോകം ഇവിടെ ഉണ്ടാകും. ദൈവമക്കൾ ഇവിടെ നിന്ന് പറന്നുപോയാലും ഈ ലോകമുണ്ടാകും. പിന്നീട് എത്ര വർഷം കാണും? നീണ്ട 7 വർഷം കാണും. ആമേൻ. അതിനാണ് ഈ വരുന്ന ഡെവലപ്പ് മുഴുവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാൻ കഴിയുന്ന നീളമുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കിയിടുന്നില്ലേ? ആമേൻ, സ്തോത്രം. 7 വർഷം കൊണ്ട് അവന്, എതിർ ക്രിസ്തുവിന്, ലോകത്തിലെ ഓരോ ഭവനങ്ങളിലും പോയി അവന്റെ സുവിശേഷം അറിയിക്കാനുള്ള കാലഘട്ടം ഇവിടെ വന്നുകൊണ്ടിരിക്കും. സമൃദ്ധിയുടെ കാലഘട്ടമായിരിക്കും. ആമേൻ, സ്തോത്രം. പക്ഷേ ആ കാലഘട്ടങ്ങളില് മുദ്രയേൽക്കാത്ത ഒരുത്തനും ഇവിടെ നിലനിൽക്കുവാൻ കഴിയത്തില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവര് അവനോടുകൂടെ പറന്നു പോകുവാനിടയായി തീരും. മൂന്നാമത് ഒരു അത്ഭുതം ഇവിടെ നടക്കും. ഈ ഭൂമിയിലല്ല, ഈ ഭൂമിയുടെ നിന്നും ചുട്ടരിയപ്പെടും. പുതിയ ഭൂമി, പുതിയ ആകാശം ഇവിടെ വരും. ഈ പുതിയ ഭൂമിയില് അവന്റെ നിത്യ ഭരണത്തിനായി 1000 ആണ്ട് വാഴ്ചയ്ക്കായി കർത്താവ് ഇവിടേക്ക് ഇറങ്ങി വരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. ഞാൻ പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ടു. ആദ്യത്തെ ഭൂമിയും ആദ്യത്തെ ആകാശവും ഒഴിഞ്ഞുപോയി. സമുദ്രമില്ലാത്ത മനോഹരമായ ഒരു ഭൂമി, ശാപമില്ലാത്ത മനോഹരമായ ഒരു ഭൂമി, മദ്യപാന്മാരില്ലാത്ത മനോഹരമായ ഒരു ഭൂമി, മയക്കുമരുന്നില്ലാത്ത, ലഹരി വസ്തുക്കളില്ലാത്ത മനോഹരമായ ഒരു ഭൂമി, നിത്യമായി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ തുടക്കം ഇവിടെ കടന്നു വരും. മൂന്നാമത്തെ അത്ഭുതം. ആ മൂന്നാമത്തെ അത്ഭുതത്തില് നമ്മൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ വരും. Praise the Lord. അവനോടൊരുമിച്ച് വാഴുവാൻ, രാജാക്കന്മാരായി വാഴുവാൻ ഇവിടെ കടന്നു വരും. ആ വാഴ്ചയിൽ നിങ്ങൾക്ക് പങ്കും ഓഹരിയുമുള്ളവരായി തീരണമെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടണം. നിങ്ങൾ ദൈവമക്കളായി തീരണം. എങ്ങനെ ദൈവമക്കളാകണം എന്ന് ഞാൻ പറഞ്ഞു. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ദൈവമേ, എന്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ശാപമായി തീർന്നു, പാപമായി തീർന്നു. പാപമംഗലമായ ലോകത്തിൽ പാപരഹിതനായി കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു. എന്നെയും നിന്നെയും നിങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അതിന്റെ ഉഗ്ര കോപത്തിൽ നിന്ന്, ദൈവിക ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി പാപിയായി തീർന്നു. കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3 ആണികളാൽ ആമേൻ, സ്തോത്രം, കർത്താവിനെ ക്രൂശീകരിച്ചു. അവസാനമായിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമാ സബക്താനി. ആമേൻ, ആമേൻ. എന്റെ ദൈവമേ, ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇവർ ചെയ്യുന്നതെന്ത് എന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കേവലം മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി ജീവിച്ച്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ശ്രീ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിനെ കൈക്കൊള്ളുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ലോട്ടറി എടുത്ത് 10 കോടി അടിക്കുന്നതല്ല ഭാഗ്യം. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ
യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയട്ടെ. കാൽവറിയിൽ യാഗമായി തീർന്ന യേശു ഹൃദയത്തിൽ വന്നിട്ട്, നിങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ യേശു വന്നിട്ട് അവന്റെ രക്തത്താൽ മോചിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ വെളിപ്പെടുന്ന യേശുവിനെ എതിരേൽക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട ശുദ്ധിയുള്ള ഹൃദയത്തോടെ ആമേൻ നിങ്ങൾ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ആമേൻ ഞാൻ വായിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഒരു മനുഷ്യന്റെയും പ്രവൃത്തികൾ കൊണ്ട് ആരും ഇവിടെ രക്ഷിക്കപ്പെടുന്നില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും രക്ഷിക്കപ്പെടത്തില്ല, ഏത് പ്രവൃത്തി ചെയ്താലും രക്ഷിക്കപ്പെടത്തില്ല. ഒരു പോത്തിനെ വാങ്ങിച്ച് 100 കഷ്ണമായി ആമേൻ വെട്ടി നുറുക്കി 100 വീട്ടിൽ കൊണ്ടുകൊടുത്താൽ രക്ഷിക്കപ്പെടത്തില്ല. അവൻ രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ പൊമുടിയേ ഉള്ളൂ, കൃപ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അവതാര്യമായി തന്ന കൃപ. എന്താണ് ആ കൃപ എന്ന് പറയുന്നത്? ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. എന്താണ് ആ കൃപ? ദൈവത്തിന്റെ റിച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ സമ്പന്നത. ദൈവത്തിന്റെ സമ്പന്നത അവന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ചിലവഴിക്കല. ആമേൻ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പന്നത അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ചിലവഴിക്കുന്ന പ്രക്രിയയാ ഗ്രേസ് അഥവാ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആമേൻ സ്വത്ര കാഴ്ച കൊണ്ടിട്ടാൽ സഹോദര സഹോദരി നീ രക്ഷിക്കപ്പെടത്തില്ല. ആമേൻ ദൈവം ലോകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിന് നിന്റെ പണത്തെക്കാൾ കൂടുതൽ ആവശ്യം നിന്നെയാൽ. ആമേൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് എടുത്ത് ഞാൻ പോക്കറ്റിൽ കൊണ്ടുവന്ന ആമേൻ ഗിഫ്റ്റ് പേപ്പർ ഇട്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് സമ്മാനമായി തന്നാൽ നിങ്ങൾ അതിനകത്ത് പ്രസാദിക്കുമോ? എത്ര പേര് പ്രസാദിക്കും? ആര് പ്രസാദിക്കുമോ? നിങ്ങളുടെ സാധനം എന്റെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് തന്നു, അതിനകത്ത് നിങ്ങൾ പ്രസാദിക്കത്തില്ല. പിന്നെ എങ്ങനെ പ്രസാദിക്കും? ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നു, ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞാനും ചെയ്ത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പങ്കാളിയായി നിൽക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ സ്തോത്രം സന്തോഷം വരും? അതാണ് യഥാർത്ഥമായി ആമേൻ സച്ച എന്ന് പറയുന്നത്. നമ്മളെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാ. അല്ലാതെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കർത്താവിന് കൊടുത്താൽ അവൻ ആമേൻ സ്തോത്രം പ്രസാദിക്കപ്പെടത്തില്ല. ഈ ആരോഗ്യം തരുന്നതാരാ? സാക്ഷാൽ ദൈവമാ. അവൻ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു. ആ ശ്വാസം മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസം തിരിച്ചുവിടാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് എന്നല്ല, എന്റെ പേര് ബോഡി എന്നാ. ബോഡി മനസ്സിലായോ നിങ്ങൾക്ക്? എന്റെ പേര് പിന്നെന്താ? ബോഡി. അപ്പോൾ പണത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ അവനെ രക്ഷിക്കാൻ സാധിക്കുന്നത്? സാക്ഷാൽ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സാക്ഷാൽ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ദൈവം ഉണ്ടാക്കിയതിനെ എടുത്ത് ലോകത്തിന് കാഴ്ചവെച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ലേ ഇല്ല. മനുഷ്യനുണ്ടാക്കിയ 2 രൂപയുടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. മനുഷ്യനുണ്ടാക്കിയ 2 സാമ്പ്രാണി കത്തിച്ചു വെച്ചാൽ ദൈവം അതിനകത്ത് പ്രസാദിക്കത്തില്ല. ദൈവം ഉണ്ടാക്കിയ സൂര്യൻ, ദൈവം ഉണ്ടാക്കിയ ചന്ദ്രൻ, ഇതൊന്നും ദൈവമല്ല, ദൈവത്തിന്റെ സൃഷ്ടികളാ. അവയെ ആരാധിക്കുവാൻ പാടില്ല. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? ഇവയെ ഉണ്ടാക്കിയ സൃഷ്ടികർത്താവായ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. നമ്മളെ തന്നെ കൊടുക്കാത്തിടത്തോളം കാലം ദൈവം നമ്മളിൽ പ്രസാദിക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കണം? എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തില് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ നിത്യരക്ഷയുടെ ഓഹരിക്കാരായി തീരുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ആമേന്റെയും സഭയുടെയും കുടുംബത്തിന്റെയും ആമേൻ നന്ദിയും ആമേൻ അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ശുശ്രൂഷിക്കുവാൻ ക്ഷണിച്ച ദൈവസഭയ്ക്കും കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാരോടുമുള്ള നന്ദി, കുടുംബമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.